നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടികൂടിയ ഇസ്രയേലി ബന്ദികളിൽ ജീവനോടെയുള്ളവരെ പൂർണ്ണമായും വിട്ടയച്ചു ഹമാസ്. ഗാസ സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് 2 ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചത്. ആദ്യം 7 ബന്ദികളെയും പിന്നീട് 13 പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറി. ബന്ദികൾക്കായി ടെല്ലവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. ഖാൻ യൂനിസ്, നെറ്റ്സരീം എന്നിവിടങ്ങളിൽ വെച്ച് റെഡ് ക്രോസ് അധികൃതർക്കാണ് ബന്ദികളെ കൈമാറിയത്. ബന്ദികളെ സ്വീകരിക്കുന്നതിനും മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ഇസ്രയേലിന്റെ മുഴുവൻ ആരോഗ്യ സംവിധാനവും തയ്യാറായിട്ടുണ്ട് എന്ന് ഇസ്രയേൽ അധികൃതർ അറിയിച്ചു. ബന്ദികളെ സ്വീകരിക്കുന്നതിനായി ഇസ്രയേലിൽ വൻ ജനാവലി തന്നെ ഒത്തുകൂടിയിട്ടുണ്ട്. മടങ്ങിയെത്തുന്ന ഇസ്രയേൽ ബന്ദികളെ ഹൃദയസ്പർശിയായ കുറിപ്പും സമ്മാനങ്ങളുമായി സ്വാഗതം ചെയ്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭാര്യ സാറയും. ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇസ്രയേലിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹാശ്ലേഷങ്ങൾ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇതേസമയം മരിച്ച 28 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറുന്നത് വൈകിയേക്കും. മോചിതരായ ബന്ദികളുടെ ബന്ധുക്കളെല്ലാം തന്നെ ടെല്ലവീവിൽ എത്തിയിട്ടുണ്ട്. സമാധാന കരാറിന്റെ ഭാഗമായി 1966 പലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ വിട്ടയക്കുമെന്നാണ് പറയുന്നത്. പലസ്തീനി തടവുകാർ ബസ്സുകളിൽ മോചന സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലി ബന്ദികളെ കൈമാറിയതോടെ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന 250 പലസ്തീൻ തടവുകാരെയും ഉടൻ കൈമാറും. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആകെ 2000 പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കുന്നത്. 700 ദിവസത്തിലധികം തടവിൽ കഴിഞ്ഞതിനു ശേഷം ബന്ദികൾ തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബവുമായി വീണ്ടും ഒന്നിക്കുന്നത് കാണാനായി ആശുപത്രിയും ഒരുക്കിയിട്ടുണ്ട്. ബന്ദികളുടെ ഇടനാഴിക്ക് എതിർവശത്ത് അവരുടെ ഏറ്റവും അടുത്ത കുടുംബത്തിന് സ്വന്തമായി ഒരു കിടപ്പുമുറിയും ഉണ്ടായിരിക്കും. ബന്ദികൾ എന്ത് കഴിക്കണം, എത്ര വേഗത്തിൽ കഴിക്കണം തുടങ്ങിയവയെല്ലാം നിർണ്ണയിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ദിവസങ്ങളായി അവർ ഭക്ഷണം പോലും ഇല്ലാതെ നരകിച്ചു കഴിയുകയായിരുന്നു. ബന്ദികൾ തിരിച്ചെത്തിയാലും തങ്ങളുടെ ജോലി അവസാനിക്കുന്നില്ല എന്ന് ബന്ദികൾ തിരിച്ചെത്തുന്ന യൂണിറ്റിലെ ജീവനക്കാർ വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോംപ്ലക്സിൽ ഉടനീളമുള്ള 1700 നഴ്സുമാരിൽ മിക്കവാറും എല്ലാവരും തന്നെ യൂണിറ്റിൽ അധിക ഷിഫ്റ്റുകൾ എടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബന്ദികളെ സ്വീകരിക്കുന്നതിനായി പ്രത്യേക സ്വാഗത പാക്കേജുകളും ഇസ്രയേൽ ഒരുക്കി. വസ്ത്രങ്ങൾ, വ്യക്തിഗത സാധനങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് മുതലായവ അടങ്ങിയതാണ് ഈ കിറ്റുകൾ എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് അതിർത്തി കയറി നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രയേൽ പൗരന്മാരെ ബന്ദികളാക്കിയത്. തുടർന്ന് 737 ദിവസങ്ങൾ നീണ്ട തടവറവാസം. ഇപ്പോഴാണ് ബന്ദിമോചനം സാധ്യമായത്. ട്രംപിന് പുറമെ ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ബന്ദിമോചനത്തിന് മധ്യസ്ഥത വഹിച്ചിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബന്ദികളെ കൈമാറുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഗാസ വെടിനിർത്തൽ നിലനിൽക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധകാലത്തെ മികച്ച പ്രധാനമന്ത്രിയെന്നും ട്രംപ് പ്രശംസിച്ചു. ഇസ്രയേലിലേക്ക് തിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഗാസ സമാധാന ഉച്ചകോടി നടക്കും. ഇസ്രയേലിലാണ് ട്രംപിന്റെ ആദ്യ സന്ദർശനം. ഇസ്രയേലിലേക്കുള്ള സന്ദർശനത്തിനായി എയർഫോഴ്സ് 1 വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പ്രസിഡന്റ് ട്രംപ് ഗാസയിൽ നിന്ന് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്നത് തത്സമയം കാണുകയാണെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ഒലിവിറ്റ് അറിയിച്ചു. വിമാനത്തിൽ നിന്ന് പകർത്തിയ ചിത്രവും അവർ പങ്കുവച്ചു. വിപുലമായ സ്വീകരണമാണ് US പ്രസിഡന്റിന് ഇസ്രയേലിലും ഒരുക്കിയിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ പാർലമെന്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യും. ബന്ദികളുടെയും കുടുംബങ്ങളെയും ട്രംപ് സന്ദർശിക്കും. അതിനുശേഷം ട്രംപ് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞാണ് ഗാസ സമാധാന ഉച്ചകോടി. 20 ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖിലാണ് ഉച്ചകോടി നടക്കുന്നത്. അമേരിക്കയുടെ ക്ഷണം ലഭിച്ചുവെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഈജിപ്തിൽ എത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും LCCയും മോദിയെ ക്ഷണിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെടുന്ന 20 ഇസ്രയേലി ബന്ദികളുടെ പേരുകളാണ് ഹമാസ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. അതിലാണ് ബാർ എബ്രഹാം, കൂപ്പർ ഷെയ്ൻ, അബ്യാത്യർ ഡേവിഡ്, യോസെഫ് ചെം ഒഹാന, സെഗേവ് കൽഫോൺ, അവിനാറ്റൻ ഓർ, എൽക്കാന ബോബോട്ട്, മാക്സിം ഹെർക്കിൻ, നിമ്രോഡ് കോഹൻ, മദാൻ എംഗ്രസ്റ്റ്, മദാൻ സാൻഗൌക്കർ, ഈറ്റൻ ഹോൺ, ഈറ്റൻ എബ്രഹാം മൂർ, ഗാലി ബെർമൻ, സിവ് ബെർമൻ, അമ്രിമോൺ, അലോൺ ഹൈൽ, ഗൈ ഗിൽബോവ ദലാൽ, റോം ബ്ലസ്ട്രാവിസ്കി, ഏരിയൽ കുനിയോ, ഡേവിഡ് കുനിയോ എന്നിവരാണ് ഇന്ന് ഇപ്പോൾ മോചിതരായി വന്നിട്ടുള്ളത്. ഗാസയിൽ ഹമാസും സായുധരായ
ഗോത്രാംഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 27 മരണം സംഭവിച്ചതും ഇതിനിടെ നടന്നതാണ്. ദുഗ്മുഷ് ഗോത്രത്തിലെ സായുധരായ അംഗങ്ങളുമായാണ് ഹമാസ് സംഘർഷത്തിൽ ഏർപ്പെട്ടത്. കാരണം ഹമാസ് ഇപ്പോൾ ഗാസയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഗാസ പോലീസ് വേഷം കെട്ടിയിരിക്കുന്നത് ഹമാസ് തന്നെയാണ്. ഗാസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ഭാഗികമായ പിന്മാറ്റത്തിനിടയിലാണ് ഈ പുതിയ ആക്രമണവും ഹമാസിന്റെ തിരിച്ചുവരവും ഉണ്ടായിട്ടുള്ളത്. സംഘർഷത്തിൽ 8 അംഗങ്ങൾ ഉൾപ്പെട്ടതായാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ദുഗ്മുഷ് ഗോത്രത്തിലെ 19 അംഗങ്ങളും കൊല്ലപ്പെട്ടു. ഗാസ നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപമാണ് സംഭവം നടന്നത്. മുഖംമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ഗോത്ര പോരാളികളുമായി വെടിവയ്പ് നടത്തിയതായാണ് റിപ്പോർട്ട്. തെക്കൻ ഗാസ സിറ്റിയിലെ തൽ അൽ ഹവ പരിസരത്ത് ദുഗ്മുഷ് അംഗങ്ങൾ തമ്പടിച്ചിരുന്ന പാർപ്പിട സമുച്ചയം ആക്രമിക്കാൻ 300-ലധികം വരുന്ന ഹമാസ് സേനാംഗങ്ങൾ നീങ്ങിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഗാസയിലെ ഏറ്റവും പ്രമുഖ ഗോത്രങ്ങളിൽ ഒന്നാണ് ദുഗ്മുഷ്. ഇവർ ദീർഘകാലമായി ഹമാസുമായി സംഘർഷത്തിലാണ്. ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മുൻപും പലതവണ ഹമാസുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. തങ്ങൾ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിരോധത്തിന്റെ ചട്ടക്കൂടിന് പുറത്തുള്ള ഏതൊരു സായുധ പ്രവർത്തനവും കർശനമായി നേരിടുമെന്നും ഹമാസ് മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രയേൽ സൈന്യം ഒഴിഞ്ഞുപോയതോടെ ഗാസയിലെ പ്രദേശങ്ങളിൽ നിയന്ത്രണം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹമാസ്. ഇസ്രയേലി ആക്രമണത്തിൽ അൽസബ്ര പരിസരത്തെ വീടുകൾ തകർന്നതിനെ തുടർന്നാണ് ദുഗ്മുഷ് ഗോത്രത്തിലുള്ളവർ മുൻപ് ജോർദാനിയൻ ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് താമസം മാറ്റിയത്. അവിടെ ഹമാസിന് ഒരു പുതിയ താവളം സ്ഥാപിക്കുന്നതിനായി തങ്ങളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ദുഗ്മുഷ് ആരോപിക്കുന്നത്. എന്നാൽ രണ്ടാം ഘട്ട ചർച്ച സങ്കീർണമാണെന്നും കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നുമാണ് ഹമാസ് നേതാവ് പറയുന്നത്. ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കുന്നതിൽ ഹമാസ് പങ്കെടുക്കില്ല എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നത്. ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തര ഭരണത്തിനുള്ള പദ്ധതികളും ഉൾപ്പെടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പോഴും തങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന വിഷയം പരിഗണിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ നിരായുധീകരണം സാധ്യമല്ല എന്നും സ്വയം പ്രതിരോധത്തിന് ആയുധങ്ങൾ അത്യാവശ്യമാണ് എന്നുമൊക്കെയാണ് ഹമാസിന്റെ നിലപാട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലെ ഗാസ വിടണമെന്ന നിബന്ധന ഹമാസ് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഔദ്യോഗിക ഒപ്പുവെക്കലിന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇസ്രയേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ ആക്രമണത്തെ ചെറുക്കും. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഹൊസാം ബദ്രാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. രണ്ടാം ഘട്ട ചർച്ചകൾക്ക് കൂടുതൽ സങ്കീർണമായിരിക്കും. ആദ്യഘട്ടത്തിലെ പോലെ ഇത് എളുപ്പമല്ല. ട്രംപ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ നിരവധി സങ്കീർണതകളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇതിന് ചർച്ചകൾ, ഒരുപക്ഷെ വളരെ നീണ്ട ചർച്ചകൾ ആവശ്യമായി വന്നേക്കാം. ഭാവിയിൽ കൈവരിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പലസ്തീൻ പ്രശ്നം അവഗണിക്കാൻ കഴിയില്ലെന്ന് ലോകം മനസ്സിലാക്കണം. ഈ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ സ്ഥിരത ഉണ്ടാകില്ല. പലസ്തീനികളുടെ അടിസ്ഥാന ലക്ഷ്യം കൈവരിക്കുന്നതുവരെ പലസ്തീൻ ജനത എല്ലാ രൂപത്തിലും എല്ലാ മാർഗങ്ങളിലും പോരാട്ടം ചെറുത്തുനിൽപ്പും തുടരും എന്നെല്ലാമാണ് ഹൊസാം ബദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ തന്നെ വീണ്ടും ഇപ്പോൾ സംശയം ബാക്കിയാകുന്നു. ബന്ദിമോചനം വളരെ നല്ല കാര്യം തന്നെ, വളരെ സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഹമാസുമായിട്ടുള്ള യുദ്ധം ഇവിടെ അവസാനിപ്പിക്കും എന്നുള്ളതിന് ഒരു തീർച്ച ഇപ്പോഴും ലഭിച്ചിട്ടില്ല. കാരണം രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഇവർ ഇപ്പോഴും തടസ്സമാണ് പറയുന്നത്. എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണേണ്ടി വരും.